ഇമോഷണലി ഭയങ്കര സന്തോഷത്തിലാണ്. കുറച്ചധികം നാൾ ഈ പടത്തിന് പുറകെ ഉണ്ടായിരുന്നു. റിലീസായി ആൾക്കാർ കാണുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി ആൾക്കാരുടെ റെസ്പോൺസസ് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ദിലീഷ് പോത്തൻ എന്നൊരു ആക്ടർ ശരിക്കും പോലീസുകാരനായ രീതിയിൽ അഭിനയിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ റോഷനും അതേപോലെ പോലീസായെന്ന് ഞങ്ങൾക്ക് തോന്നി സ്ക്രീനിൽ കണ്ടപ്പോൾ. പോത്തേട്ടൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഷാഹിയുടെയും ബെസ്റ്റ് പടമായിട്ടാണ് തോന്നുന്നത്. അത് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നാട്ടിൽ പറയട്ടെ. പക്ഷേ പോത്തേട്ടൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം എനിക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാം. ഞാൻ പോത്തേട്ടനെ വിളിച്ചിട്ട് ഇപ്പോൾ പടം കണ്ടു കഴിഞ്ഞ് പറഞ്ഞത് അതിനെ പോത്തേട്ടൻ്റെ ഇതുവരെയുള്ള ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഭയങ്കര അതിൽ ഒരു ക്യാരക്ടർ നമ്മൾ പോലീസുകാരെ ചിലർക്ക് കാണുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ട്. ഇത് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ റോഷൻ അത് അടിച്ചു തീർക്കുന്നുണ്ട്. അത് അവിടെ പറയുന്നുണ്ട്, കിട്ടിയില്ലേ? അത് ഭയങ്കര കണക്റ്റിംഗ് ആയിട്ടുള്ളത് തരുന്നു. നമ്മൾ ആഗ്രഹിച്ച് തന്നെ അവിടെ നടന്നു. അത് കുറേയൊക്കെ ഷാഹിയുടെ റൈറ്റിങ്ങിൻ്റെ ഭയങ്കര രസമുള്ളൊരു ഭംഗിയുണ്ട്. ആ ക്യാരക്ടർ നമ്മൾ പതുക്കെ മനസ്സിലാക്കി വരുന്ന ഓരോ ഇൻസ്റ്റൻസസ് വഴി എഴുതിയിരിക്കുന്ന ഡയലോഗുകളും സീൻസ് സ്ട്രക്ചർ ചെയ്തേക്കുന്ന എല്ലാം എനിക്ക് പേഴ്സണലി അതുകൊണ്ടൊക്കെയാണല്ലോ പടം ചെയ്തത്. ഞാൻ തന്നെ അധികം അഭിപ്രായങ്ങൾ തള്ളുന്നില്ല. പക്ഷേ ആൾക്കാരെല്ലാവരും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. മറ്റാണ് തിയേറ്ററിൽ പോയി കണ്ടു. ഓക്കെ, നല്ല പടം. താങ്ക് യു. സിനിമ ജീപ്പിലോ അതുപോലെ രാത്രിയിലുള്ള ഷൂട്ട് ചെയ്തത് ഒരു എക്സ്പീരിയൻസ് ഷൂട്ടിൻ്റെ ക്രൂവിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഹെക്റ്റിക്കാണ്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. നമുക്ക് ആസ് ആക്ടേഴ്സ് ഇപ്പോൾ കൂടെ ഉള്ളത് പോത്തേട്ടനായതുകൊണ്ടും ഷാഗിയായിട്ട് വർക്ക് ചെയ്യാനുള്ള കംഫർട്ട് കൊണ്ടും ഞങ്ങൾ ആക്ടേഴ്സിനായിരുന്നു എനിക്ക് തോന്നുന്നു സമയവും എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇരിട്ടിക്കാർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്ത് തന്നെയാണ് പടം ഷൂട്ട് ചെയ്തത്. അതിനൊക്കെ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ അതിന് സന്തോഷം തോന്നുന്നു. താങ്ക് യു.